കാൽക്കുലസ് ഓഫ് മൾട്ടിവേരിയബിൾ ഫംഗ്ഷൻസിലെ ലാസ്റ്റ് സെക്ഷനാണ് കേൾ ആൻഡ് ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ ഫീൽഡ്. കേൾ ആൻഡ് ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം, നന്നായിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. വെക്ടർ ഇൻറ്റഗ്രേഷൻ പഠിക്കുമ്പോഴും നമുക്ക് ഇതിൻ്റെ ആവശ്യം വരും. അതുകൊണ്ട് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കണം, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നൊരു ഏരിയയാണ്, ഈസിയാണ് കേട്ടോ. നമുക്ക് എന്താ നോക്കാം. Let f be a differentiable vector field given by f of xyz equal to p of xyz I plus q of xyz j plus r of xyz k. നമുക്കൊരു വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട്. The curl of f is another vector field denoted by curl f and it is defined by curl f is equal to del cross f. That is dou by dou xi plus dou by dou yj plus dou by dou zk cross pi plus qj plus rk. നമ്മളിവിടെ കേളും ഡൈവേർജൻസും ആണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് കേൾ എഫ് എന്താണെന്നാണ്. നമുക്കൊരു വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട്. അപ്പോൾ കേൾ എഫ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഇനി അനദർ വെക്ടർ ഫീൽഡ് ആയിരിക്കും. കേൾ എഫ് എന്ന് പറയുന്നത് എഗെയിൻ നമുക്ക് കിട്ടുന്നത് വേറൊരു വെക്ടർ ഫീൽഡ് ആയിരിക്കും. അതിങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കേൾ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എഫ്, അതായത് ഗ്രേഡിയൻറ്റ് ഫീൽഡ് ക്രോസ് നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വെക്ടർ ഫീൽഡിനെയാണ് നമ്മൾ കേൾ എഫ് എന്ന് പറയുന്നത്. അതായത് ഡെൽ എന്ന് പറഞ്ഞാൽ ഡെൽ ഓപ്പറേറ്റർ എന്താണെന്ന് അറിയാലോ, ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ ക്രോസ് പി ഐ പ്ലസ് ക്യൂ ജെ പ്ലസ് ആർ കെ നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡ്. ഓക്കെ, ഇത് ക്രോസ് എടുക്കുക. ക്രോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ക്രോസിൻ്റെ ഡെഫിനേഷൻ, രണ്ട് വെക്ടേഴ്സിൻ്റെ ക്രോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഡെഫിനേഷൻ അപ്ലൈ ചെയ്താൽ പോരെ. ഡിറ്റർമിനൻറ്റ് ഓഫ് ഐ ജെ കെ ദെൻ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് ആൻഡ് പി ക്യൂ ആർ. ഓക്കെ, ഇതിൻ്റെ ഡിറ്റർമിനൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ വെക്ടർ ഫീൽഡിനെയാണ് നമ്മൾ കേൾ എഫ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഇവാലുവേറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ പഠിക്കണമെന്നില്ല, ഇത് മാത്രം പഠിച്ചു വെക്കുക. ഡെൽ ക്രോസ് എഫിനെയാണ് കേൾ എന്ന് പറയുന്നത്. ഐ ഇൻറ്റു ഇവിടെ നമ്മൾ ചെയ്യില്ലേ സാധാരണ ഡോ ആർ ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ സെഡ് മൈനസ് ജെ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ സെഡ് അല്ലേ വരിക, ഡോ പി ബൈ ഡോ സെഡ് പ്ലസ് കെ ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ. ഇത് പഠിക്കണമെന്നില്ല കേട്ടോ, ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി, നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതുപോലെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എ വെക്ടർ ഫീൽഡ് എഫ് ഈസ് സെറ്റ് ടു ബി ഇറോട്ടേഷണൽ ഇഫ് കേൾ എഫ് ഈസ് ഈക്വൽ ടു 0. നമ്മൾ കേൾ എഫ് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് 0 ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ വെക്ടർ ഫീൽഡിനെ ഇറോട്ടേഷണൽ വെക്ടർ ഫീൽഡ് ആണ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇറോട്ടേഷണൽ ആണ്, ഒരു വെക്ടർ ഫീൽഡ് ഇറോട്ടേഷണൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, കേൾ എഫ് ഇവാലുവേറ്റ് ചെയ്യുക, അത് 0 ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിന് ക്വസ്റ്റ്യൻ വരാറുള്ളത് കേൾ എഫ് കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ കേൾ എഫ് ഇറോട്ടേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു സ്കെലാർ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് തന്നിട്ട് ഇറോട്ടേഷണൽ ആണ് അതുകൊണ്ട് ആ കോൺസ്റ്റന്റ് എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യും. ഇതൊക്കെ തന്നെ ചോദിക്കാറുള്ളൂ. ഈസി ആയിട്ടുള്ള സെക്ഷനാണ്, നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്കുള്ളത് ഡൈവേർജൻസ്. ദ ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് ആർ ഓഫ് എക്സ് വൈ സെഡ് കെ ഈസ് ദ സ്കെലാർ ഫീൽഡ് ഡിനോട്ടഡ് ബൈ ഡൈവേർജൻസ് ഓഫ് എഫ് div f and it is defined by divergence of f is equal to del dot f, that is dou by dou xi plus dou by dou yj plus dou by dou zk dot pi plus qj plus rk, that is equal to dou p by dou x plus dou q by dou y plus dou r by dou z. ഇത് ഈസിയാണ്. ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ഫീൽഡിന്റെ ഡൈവേർജൻസ്. നമുക്കൊരു വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് ആർ ഓഫ് എക്സ് വൈ സെഡ് കെ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വെക്ടർ ഫീൽഡിന്റെ ഡൈവേർജൻസ് എന്ന് പറയുന്നത് കിട്ടുന്നത് ഒരു റിസൾട്ടൻ്റ് ആയിട്ട് ഒരു സ്കെലാർ ഫീൽഡ് ആയിരിക്കും. ഓക്കെ, അതൊരു വെക്ടർ ഫീൽഡ് ആയിരിക്കില്ല, ഇറ്റ് ഈസ് എ സ്കെലാർ ഫീൽഡ്. എന്നെ ഡിനോട്ട് ചെയ്യുന്ന ഡൈവേർജൻസ് ഓഫ് എഫ് ആണ്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഡെൽ എന്ന് പറയുന്ന ഗ്രേഡിയൻറ്റ് ഓപ്പറേറ്റർ ഗ്രേഡിയൻറ്റ് ഫീൽഡിൻ്റെയും നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ ഡൈവേർജൻറ്റ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കേൾ എഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വെക്ടർ ഫീൽഡാണ് നമുക്ക് തരിക, ഡൈവേർജൻസ് എഫ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു സ്കെലാർ ഫീൽഡാണ് തരിക. ഓക്കെ, ഡെൽ ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ നമുക്ക് തന്നിരിക്കുന്ന ഫീൽഡ് പി ഐ പ്ലസ് ക്യൂ ജെ പ്ലസ് ആർ കെ. ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഡോ പി ബൈ ഡോ എക്സ് പ്ലസ് ഡോ ക്യൂ ബൈ ഡോ വൈ പ്ലസ് ഡോ ആർ ബൈ ഡോ സെഡ്. അപ്പോൾ ഡൈവേർജൻസ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് എഫ് ആണ്, അതൊരു സ്കെലാർ ഫീൽഡ് ആയിരിക്കും. കേൾ എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എഫ് ആണ്, അതൊരു വെക്ടർ ഫീൽഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറയാം. എ വെക്ടർ ഫീൽഡ് എഫ് ഈസ് സെറ്റ് ടു ബി സോളിനോയിഡൽ ഓർ ഇൻകംപ്രസിബിൾ ഇഫ് ഡൈവേർജൻസ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു 0. ഒരു വെക്ടർ ഫീൽഡ് സോളിനോയിഡൽ ആണ് അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്, ഡൈവേർജൻസ് ഓഫ് എഫ് ഈക്വൽ ടു 0 ആണ്. ഡൈവേർജൻസ് ഓഫ് എഫ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പറയാം തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡ് സോളിനോയിഡൽ ആണ് അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ ആണ് എന്ന് പറയാം.
ഇറോട്ടേഷണൽ, സോളിനോയിഡ്, ഇൻകംപ്രസിബിൾ. മാറിപ്പോവാറുണ്ട്, എപ്പോഴും കുട്ടികൾക്ക് മാറിപ്പോകുന്ന ഒരു കാര്യമാണ്. ഇറോട്ടേഷൻ എന്ന് പറഞ്ഞാൽ കേൾ ഓഫ് 0 ആയിട്ടുള്ളതാണ്. ഇൻകംപ്രസിബിൾ ഓർ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഡൈവേർജൻസ് ഓഫ് എഫ് ഈക്വൽ ടു 0 ആയിട്ടുള്ളതാണ്. മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഈസിയാണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാം. Compute the divergence and curl of the vector field f equal to xyz I plus 3x square yj plus xz square minus y square zk at 1, 2, -1. അപ്പോൾ നമ്മളിവിടെ കണ്ടില്ലേ, നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡിൻ്റെ ഫോർമാറ്റ് കണ്ടോ? ഇവിടെയും എക്സ് വൈ സെഡ് ആണ്, ഇവിടെയും അതെ. ഇവിടെ ഇതിൽ സെഡ് ഇല്ലാന്നേ ഉള്ളൂ, പക്ഷേ എനിവേ ഇതെല്ലാം എക്സ് വൈ സെഡിലുള്ള ഫങ്ഷൻസ് ആയിരിക്കും. ഓക്കെ, നമുക്കിത് എന്താണ് ചെയ്യാം? സൊല്യൂഷൻ. That is given that f is equal to xyz I plus 3x square yj plus xz square minus y square zk. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെക്ടർ ഫീൽഡിൻ്റെ ഡൈവേർജൻസ് ഓഫ് എഫ് എങ്ങനെയാണ്? നമ്മളോട് ഡൈവേർജൻസും കേളും അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡൈവേർജൻസ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എഫ് അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ. ഓക്കെ, ഡോട്ട് നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡ് എഴുതാം. എക്സ് വൈ സെഡ് ഐ പ്ലസ് 3x സ്ക്വയർ വൈ ജെ പ്ലസ് എക്സ് സെഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സെഡ് കെ. ഓക്കെ, നമുക്കിനി ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ അറിയാലോ. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം കേട്ടോ, സിമ്പിളാണ്. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ സെഡ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് 3x സ്ക്വയർ വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് സെഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സെഡ്. നമുക്ക് ഇതിൻ്റെ ഡോ ബൈ ഡോ എക്സ് കണ്ടുപിടിച്ച് നോക്കാം. ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എക്സ് വൈ സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? വൈ സെഡ് എന്ന് കിട്ടും. വൈ സെഡ് പ്ലസ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പം 3x സ്ക്വയർ പ്ലസ് ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു സെഡിൽ ചെയ്യുമ്പം 2x സെഡ് മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, അതാണ് നമ്മൾ ഡൈവേർജൻസ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ. പക്ഷെ നമുക്കിവിടെ ഒരു പോയിന്റിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഡൈവേർജൻസ് ഓഫ് എഫ് എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഡൈവേർജൻസ് ഓഫ് എഫ് അറ്റ് ഏതായത് പോയിന്റ് 1, 2, -1 അല്ലേ. 1, 2, -1. അപ്പോൾ നമുക്കിത് 1, 2, -1 കൊടുത്തു നോക്കാം. അപ്പോൾ y 2 ഇൻറ്റു -1 പ്ലസ് 3 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു -1 മൈനസ് 2 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 പ്ലസ് 3 -2 പ്ലസ് 4 പ്ലസ് 4 അല്ലോ, -4 അല്ലേ വരുന്നത്, -4. ഓക്കെ, ഇത് എത്രയും വാല്യൂറ്റ് ചെയ്താൽ കിട്ടാം? നമുക്ക് കിട്ടുന്നത് -5 അല്ലേ. യെസ്, -5 -8 പ്ലസ് 3 വരും. ഇനി നമ്മളോട് അപ്പോൾ നമുക്ക് ഡൈവേർജൻസ് ഓഫ് എഫ് കിട്ടി. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? കേൾ എഫ് അല്ലേ. കേൾ എഫും കൂടെ കണ്ടുപിടിക്കാം. കേൾ എഫിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? കേൾ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എഫ്. അതായത് നമുക്കറിയാം, എഫ് ഞാനൊന്നും കൂടെ എഴുതട്ടെ, എന്നിട്ട് എഴുതാം. അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. എഫ് ഇസ് ഈക്വൽ ടു എക്സ് വൈ സെഡ് ഐ പ്ലസ് 3x സ്ക്വയർ വൈ ജെ പ്ലസ് എക്സ് സെഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സെഡ് കെ. ഓക്കെ, ഇനി നമുക്ക് കേൾ എഫ് കണ്ടുപിടിക്കാം. കേൾ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എഫ്. നമുക്കറിയാലോ ഇങ്ങനെ വാല്യൂറ്റ് ചെയ്യാന്ന്. നമ്മൾ സാധാരണ വാല്യൂറ്റ് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. നിങ്ങളത് കാണാതെ പഠിക്കണമെന്നില്ല. ഐ ജെ കെ. ഇവിടെ നമുക്ക് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ സെഡ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. അപ്പോൾ ഇവിടെ വരുന്നത് ഡെൽ ക്രോസ് എഫിൽ ഇവിടെ എക്സ് വൈ സെഡ്, പിന്നെ വരുന്നത് 3x സ്ക്വയർ വൈ, പിന്നെ വരുന്നത് എക്സ് സെഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സെഡ്. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഇതിനെന്തൊരു മിസ്റ്റേക്ക്. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എന്താ കിട്ടുന്നത്? ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് 3x സ്ക്വയർ വൈ മൈനസ് ഇത് രണ്ടും. അയ്യോ സോറി, എൻ്റെ തെറ്റാണേ. ഐ ഇൻറ്റു ഇത്, അതായത് ദിസ് വൺ ഇൻറ്റു ദിസ് മൈനസ് ദിസ് വൺ ഇൻറ്റു ദിസ്, അതായത് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സെഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സെഡ് മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് 3x സ്ക്വയർ വൈ. ഓക്കെ, കഴിഞ്ഞു. ഇനി ജെയുടേത് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. മൈനസ് ജെ ഇൻറ്റു ജെ വരുമ്പം
ഇതും ഇതും അല്ലേ. ഡോ ബൈ ഡോ എക്സ് ഓഫ്, ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ, തെറ്റിപ്പോകരുത്, എക്സ് സെഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സെഡ് മൈനസ് നെക്സ്റ്റ് വരുന്നത് ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് വൈ സെഡ്, ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് വൈ സെഡ്. ഓക്കെ, പ്ലസ് കെ ഇൻറ്റു കെ വരുമ്പം ഡോ ബൈ ഡോ എക്സ് ഓഫ് 3x സ്ക്വയർ വൈ മൈനസ് പിന്നെ വരുന്നത് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ സെഡ്, ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ സെഡ്. ഓക്കെ, നമുക്കിതിനൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സെഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സെഡ്, അതായത് വൈ ആണ്, അപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ വൈയുടെ ടേം, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2yz. ഓക്കെ, മൈനസ് ഇവിടെ നമുക്ക് ഡോ ബൈ ഡോ സെഡ് ഓഫ് 3x സ്ക്വയർ അതില്ല, അത് 0 ആയിപ്പോയില്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ 0 മൈനസ് ജെ ഇൻറ്റു ജെയുടെ ടേമിൽ ഡോ ബൈ ഡോ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ സെഡ് സ്ക്വയർ എന്ന് വരും, അപ്പോൾ മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ദിസ് വൺ എന്ന് പറഞ്ഞാൽ സെഡിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, സോ ഇത് എക്സ് വൈ എന്ന് വരും. ഓക്കെ, ദെൻ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് 3x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6xy എന്ന് വരും അല്ലേ, 3x സ്ക്വയർ അതായത് 6x എന്ന് വരും, 6xy മൈനസ് ഡോ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എക്സ് സെഡ്. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒന്ന് വൃത്തിക്ക് എഴുതാം. മൈനസ് 2yzi മൈനസ് z സ്ക്വയർ മൈനസ് എക്സ് വൈ ജെ പ്ലസ് 6xy മൈനസ് എക്സ് സെഡ് കെ. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കേൾ എഫ് അറ്റ് പോയിന്റ് ഏതായിരുന്നു? 1 2 -1 1 2 -1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് വരുന്നത് -2 ഇൻറ്റു 2 ഇൻറ്റു -1 ആയി മൈനസ് z സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇൻറ്റു 2 ജെ പ്ലസ് 6 എക്സ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 മൈനസ് എക്സ് 1 ഇൻറ്റു -1 വരും കെ. നമുക്ക് കിട്ടുന്ന ആൻസർ ഇവിടെ നമുക്ക് 4i ആവും മൈനസ് ഇവിടെ നമുക്ക് 4 മൈനസ് തെറ്റിപ്പോയോ സെഡ് സ്ക്വയർ മൈനസ് എക്സ് വൈ 2 സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് എന്ന് പറഞ്ഞാൽ -1 ആണ്, സോറി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, -1 ദ ഹോൾ സ്ക്വയർ എന്നാണ് വരിക. ഓക്കെ, അപ്പം നമുക്കിവിടെ 2 മൈനസ് 1 കിട്ടും, ദാറ്റ് ഈസ് പ്ലസ് ജെ. ഇവിടെ നമുക്ക് 12 + 1 ദാറ്റ് ഈസ് 13k. ഇതാണ് നമ്മളുടെ കേൾ എഫ് അറ്റ് ദ പോയിന്റ് 1 2 -1 എന്ന് പറയുന്നത്. ഇത് ഈസി അല്ലേ? നമുക്കിനി അടുത്തൊരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇഫ് r equal to xi plus yj plus zk then prove that divergence of r equal to 3 and curl r equal to 0. നമുക്കൊരു പൊസിഷൻ വെക്ടർ ആണ് തന്നിരിക്കുന്നത്, അങ്ങനെയെങ്കിൽ നമുക്ക് പറയേണ്ടത് ഡൈവേർജൻസ് ഓഫ് ദിസ് വെക്ടർ ഇസ് ഈക്വൽ ടു 3 ആണ്, കേൾ ഓഫ് r ഇസ് ഈക്വൽ ടു 0 ആണെന്ന് പറയണം. നമുക്ക് നോക്കാം, ഈസിയാണ് ചെയ്യാൻ. നമ്മൾ ജസ്റ്റ് ഡെഫിനേഷൻ അപ്ലൈ ചെയ്താൽ മതി. r ഇസ് ഈക്വൽ ടു xi plus yj plus zk എന്ന് തന്നിട്ടുണ്ട് അല്ലേ. നമുക്കിനി ഡൈവേർജൻസ് ഓഫ് r ചെയ്യാം. ഒന്നാമത്തെ കേസാണ് ഡൈവേർജൻസ് ഓഫ് r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനേഷൻ എന്താണ്? ഡെൽ ഡോട്ട് ആർ അല്ലെ. ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ ഡോട്ട് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. ഓക്കെ, നമുക്കൊന്ന് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. നമുക്ക് കിട്ടുന്നത് ഡോ എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ സെഡ് ബൈ ഡോ സെഡ് is equal to 1 plus 1 plus 1 that is equal to 0. ഡോ എക്സ് ബൈ ഡോ എക്സ് 1 ആണ്, അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ഡോ ബൈ ഡോ സെഡ് ഓഫ് 1. അയ്യോ 1 plus 1 plus 1 is equal to 3 അല്ലേ, സോറി 3. 1 plus 1 plus 1 is equal to 3. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? കേൾ എഫ് അല്ലേ, കേൾ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് ആർ. നമുക്ക് എന്താ ഡെൽ ക്രോസ് ആർ എന്ന് കൂടെ നോക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് എക്സ് വൈ സെഡ്. ഓക്കെ, നമുക്കൊന്ന് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് നോക്കാം. ഐ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ മൈനസ് ഡോ വൈ ബൈ ഡോ സെഡ് മൈനസ് ജെ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് മൈനസ് ഡോ എക്സ് ബൈ ഡോ സെഡ് പ്ലസ് കെ ഇൻറ്റു
ഡോ വൈ ബൈ ഡോ എക്സ് മൈനസ് ഡോ എക്സ് ബൈ ഡോ വൈ. നിങ്ങൾ നോക്കി ഓരോന്നിലും വന്നത് വിത്ത് റെസ്പെക്ട് ടു സെഡിൽ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ സെഡിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും അല്ലേ. അപ്പോൾ i ഇൻറ്റു 0 ഇവിടെ 0 ആയിരിക്കും, ഇവിടെ എല്ലായിടത്തും 0 വരിക. മൈനസ് ജെ ഇൻറ്റു 0 പ്ലസ് കെ ഇൻറ്റു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കേൾ എഫ് ഇസ് ഈക്വൽ ടു 0 കിട്ടി. അപ്പോൾ ഈ ഒരു കേസിൽ ഇതിൽ കേൾ എഫ് 0 ആണെങ്കിൽ നമ്മളതിനെ റൊട്ടേഷണൽ വെക്ടർ എന്ന് പറയും. അതിവിടെ പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് പറഞ്ഞതേ. കുറച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. ഇത് ചിലപ്പോൾ സാധാരണ നിങ്ങളെ മുമ്പത്തെ സീനിയേഴ്സ് ബാച്ചിനൊക്കെ നിങ്ങളുടെ മുമ്പ് പഠിച്ചുള്ള സിലബസിലുള്ള കുട്ടികൾക്ക് ഇതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് എ ട്വൈസ് ഡിഫറൻഷ്യബിൾ സ്കെലാർ ഫംഗ്ഷൻ ദെൻ ഗ്രേഡിയന്റ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ എഫ് വിച്ച് ഇസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ ഈസ് എ വെക്ടർ ഫംഗ്ഷൻ. അതായത് നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് ട്വൈസ് ഡിഫറൻഷ്യബിൾ സ്കെലാർ ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രേഡിയന്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് നമുക്കറിയാലോ. ഇനി നമ്മൾ ഡൈവേർജൻസ് ഓഫ് ഗ്രേഡിയന്റ്, ഈ ഗ്രേഡിയന്റ് എഫിന്റെ ഡൈവേർജൻസ് എന്താ നോക്കാം. ഗ്രേഡിയന്റ് എഫിന്റെ ഡൈവേർജൻസ് എന്താ നോക്കാം. അതായത് ഡൈവേർജൻസ് ഓഫ് ഗ്രേഡിയന്റ് എഫ്. ഗ്രേഡിയന്റ് എഫ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇവിടുത്തെ ക്യാപിറ്റൽ എഫ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെൽ ഡോട്ട് എഫ് എന്നല്ലേ നമ്മളിത്. ഇപ്പോൾ ഡെൽ ഡോട്ട് ഗ്രേഡിയന്റ് ഓഫ് എഫ് എന്ന് വരും. ഡെൽ ഡോട്ട് ഗ്രേഡിയന്റ് ഓഫ് എഫ്. ഡെൽ ഡോട്ട് ഗ്രേഡിയന്റ് ഓഫ് എഫിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽ എഫ് എന്നാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഡൗട്ട് ഉണ്ടാവില്ല എന്ന്. ഡെൽ ഡോട്ട് ഗ്രേഡിയന്റ് എഫ് ബൈ ദ ഡെഫിനേഷൻ ഓഫ് ഡൈവേർജൻസ്. ഗ്രേഡിയന്റ് എഫിനെ ഞാൻ എഴുതുന്ന സാധാരണ ഞാൻ നൊട്ടേറ്റ് ചെയ്യുന്നത് ഡെൽ എഫ് എന്നാണ്. അപ്പോൾ ഡെൽ ഡോട്ട് ഡെൽ എഫ് എന്ന് വരും. അതായത് ഡെൽ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ ഡോട്ട് ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ. ഇനി നമ്മൾ ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തേക്ക് നിങ്ങൾക്ക് എന്താ കിട്ടാം? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ അല്ലെ. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് വരിക. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ. അതുപോലെ തന്നെ ഇവിടെ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ, ഇവിടെ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെഡ് സ്ക്വയർ. ഇനി ഇതെന്താ സാധനം നിങ്ങൾക്ക് പരിചയമില്ലേ? ഇതാണ് ലാപ്ലേസ് ഇക്വേഷൻ അല്ലേ. നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള എക്സ്പ്രഷൻ നമ്മൾ പറയുന്ന പേരാണ് ലാപ്ലേസിയൻ ഓഫ് എഫ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? നമ്മൾ ചെയ്തത് ഡൈവേർജൻസ് ഓഫ് ഗ്രേഡിയന്റ് ഓഫ് എഫ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലാപ്ലേസ് ഇക്വേഷൻ ആണ്. ലാപ്ലേസ് ഇക്വേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഡെൽ സ്ക്വയർ എഫ് എന്നൊക്കെ ആയിരുന്നു. നമ്മൾ ഡൈവേർജൻസ് പറഞ്ഞപ്പോൾ ഈ കാര്യം ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിവിടെ ഒരു ഇക്വേഷൻ കിട്ടിയില്ല. Divergence of f is equal to del square f. Divergence of gradient of f is equal to del square f. Divergence of gradient of f is equal to del square f. നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് ബൈ ഹാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് അവിടെ ആ സമയത്തൊന്ന് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസും കൂടെ നോക്കാം. If f is a vector field having continuous second order partial derivatives, then prove that divergence of curl f is equal to 0. f എന്ന് പറയുന്ന വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട്, അതിന്റെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഡൈവേർജൻസ് ഓഫ് കേൾ എഫ് ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ തന്നതിനൊക്കെ പ്രത്യേകതയുണ്ട് കേട്ടോ. ഡൈവേർജൻസ് ഓഫ് കേൾ എഫ് ഇസ് ഈക്വൽ ടു 0 ആണ് പ്രൂവ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സൊല്യൂഷൻ. ഓക്കെ, നമുക്ക് കേൾ എഫ് നമുക്കറിയാം. എഫ് എന്ന് പറയുന്നത് ആദ്യം എടുക്കാം. ലെറ്റ് എഫ് ഇസ് ഈക്വൽ ടു ഞാൻ എടുക്കുകയാണ് സിംപ്ലി പി ഐ പ്ലസ് ക്യു ജെ പ്ലസ് ആർ കെ. നമ്മളെ ജനറൽ ഫോമാറ്റിലുള്ളത് പി ഐ പ്ലസ് ക്യു ജെ പ്ലസ് ആർ കെ. നമ്മൾ എങ്ങനെയാണ് കേൾ എഫ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? കേൾ എഫ് ഇസ് ഈക്വൽ ടു നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് ഇങ്ങനെയാണ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് പി ക്യു ആർ അല്ലേ. ഞാനിതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാണേ. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഐ ഇൻറ്റു ഡോ ആർ ബൈ ഡോ ക്യൂ അല്ലേ മൈനസ് ഡോ ക്യൂ ബൈ ഡോ സെഡ് മൈനസ് ജെ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ സെഡ് പ്ലസ് കെ ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ. തെറ്റിപ്പോവരുതേ, ഡോ പി ബൈ ഡോ വൈ. ഓക്കെ, ഇതാണ് ഞാൻ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നത് കേൾ എഫ്. ഇനി എനിക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? വി വാണ്ട് ടു ഫൈൻഡ് ഡൈവേർജൻസ് ഓഫ് കേൾ എഫ് അല്ലേ. ഡൈവേർജൻസ് ഓഫ് കേൾ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽ ഡോട്ട് കേൾ എഫ് അല്ലേ. അപ്പം ഈ ഡെൽ ഡോട്ട് കേൾ എഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ്, ഞാനത് എഴുതുന്നില്ല. ഡെൽ ഡോട്ട് കേൾ എഫ് എന്ന് പറഞ്ഞാൽ ഈ ഡെല്ല് ഇവിടെ വരും, ഡോട്ട് കേൾ എഫ് ഇത് വീണ്ടും എഴുതണ്ടേ ഞാൻ. അപ്പം ഞാൻ ഓൾറെഡി ഇതിൻ്റെ ആൻസർ എഴുതാണ്. ഡൗട്ടായി പോകും അല്ല, വേണ്ട എഴുതിയേക്കാം. ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ അല്ലേ. ഡോട്ട് വിത്ത് കേൾ എഫ്. കേൾ എഫ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലുത് എഴുതണ്ടേന്ന് വിചാരിച്ചിട്ടാണ്. ഡോ ആർ ബൈ ഡോ ക്യൂ മൈനസ് ഡോ ക്യൂ ബൈ ഡോ സെഡ് ഐ
മൈനസ് ഡോ ആർ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ സെഡ് ജെ പ്ലസ് ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ കെ. ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് 0 ആണെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ ഓരോന്നിനെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണ്. അപ്പം എനിക്ക് കിട്ടുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ആർ ബൈ ഡോ ക്യൂ, ഡോ ആർ ബൈ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, ഡോ ആർ ബൈ ഡോ, ഒരു മിനിറ്റ് തെറ്റിപ്പോയില്ലേ, ഡോ ആർ ബൈ ഡോ വൈ അല്ലേ, സോറി, ഡോ ആർ ബൈ ഡോ വൈ. ഇത് ഒന്ന് തെറ്റിപ്പോയാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും സമയം ഒരുപാട് പോകാതെ. ഡോ ആർ ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ സെഡ്. ഇവിടെ ഞാൻ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ്, ഇവിടെ വരുന്നത് ഡോ ആർ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ സെഡ് പ്ലസ് ഇവിടെ ഡോ ബൈ ഡോ സെഡ് ഓഫ് ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ. നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പം നമുക്കെല്ലാം കിട്ടിപ്പോകും, അത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഡോ സ്ക്വയർ ആർ ബൈ ഡോ എക്സ് ഡോ വൈ മൈനസ് ഡോ സ്ക്വയർ ക്യൂ ബൈ ഡോ എക്സ് ഡോ സെഡ് മൈനസ് ഡോ സ്ക്വയർ ആർ ബൈ ഡോ സ്ക്വയർ ഡോ വൈ ഡോ എക്സ് പ്ലസ് ഡോ സ്ക്വയർ പി ബൈ ഡോ വൈ ഡോ സെഡ്. ഒന്നുമില്ല കേട്ടോ, ഇതിനെ അങ്ങോട്ട് എടുത്തുന്നേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പ്ലസ് ഡോ സ്ക്വയർ ക്യൂ ബൈ ഡോ സെഡ് ഡോ എക്സ് മൈനസ് ഡോ സ്ക്വയർ പി ബൈ ഡോ സെഡ് ഡോ വൈ. എന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കിട്ടിയില്ലേ. ഇത് നമുക്കറിയാം ഡോ സ്ക്വയർ ആർ ബൈ ഡോ എക്സ് ഡോ വൈ. ഇവിടെ കണ്ടോ ഡോ സ്ക്വയർ ആർ ബൈ ഡോ വൈ ഡോ എക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയണമെങ്കിൽ ഈ തന്നിരിക്കുന്ന സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആയിരിക്കണം. അതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ മുകളിൽ തന്നിരിക്കുന്നത്. ദ സെക്കൻഡ് ഓർഡർ കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഫീൽഡ് ഹാവിംഗ് കണ്ടിന്യൂസ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം മിക്സഡ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഡോ എക്സ് ബൈ ഡോ വൈയുടെയും ഡോ വൈ ബൈ ഡോ എക്സിൻ്റെയും സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് സെയിം ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ, which is equal to 0. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടത്, അതായത് ഡൈവേർജൻസ് ഓഫ് കേൾ ഓഫ് is equal to 0. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. നേരത്തെ പോലെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. പ്രൂവ് ദാറ്റ് ഫോർ എനി സ്കെലാർ ഫംഗ്ഷൻ f of x y z whose second order partial derivatives are continuous, കേൾ ഓഫ് ഗ്രേഡിയന്റ് f is equal to 0. അതായത് നമുക്കൊരു സ്കെലാർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം കണ്ടിന്യൂസ് ആണ്. ഇനിയാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കേൾ ഓഫ് ഗ്രേഡിയന്റ് f is equal to 0 എന്നാണ്. നമുക്ക് സൊല്യൂഷൻ നോക്കാം. നമുക്കറിയാലോ ഗ്രേഡിയന്റ് f എന്താന്ന്, നമുക്ക് ആദ്യം f എന്താന്ന് എടുക്കാം. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് എഫ് തന്നിട്ടുണ്ടല്ലോ അല്ലേ. എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യബിൾ സ്കെലാർ ഫംഗ്ഷൻ ആണ് എന്ന് തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത്. ഇനി ഗ്രേഡിയന്റ് ഓഫ് എഫ് എന്താണോ, ഗ്രേഡിയന്റ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു, ഗ്രേഡിയന്റ് ഓഫ് എഫിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഡെൽ എഫ്. ഡെൽ എഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി കേൾ ഓഫ് ഗ്രേഡിയന്റ് എഫ് നമുക്കതൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. കേൾ ഓഫ് ഗ്രേഡിയന്റ് എഫ് എങ്ങനെയാണ് കേളിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, കേളിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഡെൽ ക്രോസ് ഗ്രേഡിയന്റ് ഓഫ് എഫ്, ഡെൽ ക്രോസ് ഗ്രേഡിയന്റ് ഓഫ് എഫ് എന്നാണ്. അതായത് ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് ഗ്രേഡിയന്റ് ഓഫ് എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ്, ഡോ ബൈ ഡോ സെഡ്. ഇനി നമ്മൾ ഗ്രേഡിയന്റ് എഫ് എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ എഫ് ബൈ ഡോ വൈ ഡോ എഫ് ബൈ ഡോ സെഡ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഒന്ന് ചെയ്യാം. നമുക്ക് എന്താ കിട്ടുക, വിച്ച് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ സെഡ് മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ മൈനസ് ജെ ഇൻറ്റു, ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ, നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഡിറ്റർമിനൻ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഡോ ബൈ ഡോ എക്സ് ഡോ എഫ് ബൈ ഡോ സെഡ് മൈനസ് ഡോ ബൈ ഡോ സെഡ് ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്
ഡോ ബൈ ഡോ എക്സ് ഡോ എഫ് ബൈ ഡോ വൈ മൈനസ് പിന്നെ നമുക്ക് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ വൈ ഡോ എഫ് ബൈ ഡോ എക്സ്. നിങ്ങൾ ഈ കിട്ടിയിരിക്കുന്നതിൽ നല്ലോണം നോക്കുക കേട്ടോ. നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കി ഇതിൽ എന്താ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ സെഡ് എന്നല്ലേ, മൈനസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെഡ് ഡോ വൈ എന്നല്ലേ, മൈനസ് ജെ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ സെഡ് എന്നല്ലേ വരുന്നത്, മൈനസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെഡ് ഡോ എക്സ് എന്ന് വരും. ഓക്കെ, പ്ലസ് കെ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ മൈനസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. നമുക്ക് തന്നിട്ടുണ്ട് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണ്. അപ്പം മിക്സഡ് തിയറം വെച്ചിട്ട് ഇതും സെയിം ആണല്ലേ, ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും, എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത് ആൻസർ? വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പം നമുക്ക് കേൾ ഓഫ് ഗ്രേഡിയൻറ്റ് എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. നമ്മൾ തൊട്ട് മുമ്പ് കേൾ ഓഫ് ഡൈവേർജൻസ് എഫ് ഇസ് ഈക്വൽ ടു 0 നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് 2 പ്രോബ്ലം കൂടി ഉണ്ട്, അതിവിടെ നോക്കാം. Prove that the vector field 3y raised to 4 z square I plus 4x cube z cube j minus 3x square y square k is solenoid. ഞാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട്, ആ വെക്ടർ ഫീൽഡ് സോളിനോയിഡിലാണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. വെക്ടർ ഫീൽഡ് സോളിനോയിഡിലാണെന്ന് പ്രൂവ് ചെയ്യണം. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഡൈവേർജൻസ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയണം. ഓക്കെ, ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡിനെ നമ്മളിങ്ങനെ എടുക്കാം. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 3y raised to 4z square I plus 4x cube z cube j minus 3x square y square k. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡൈവേർജൻസ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. ടു പ്രൂവ് ഡൈവേർജൻസ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പം നമുക്ക് ഡൈവേർജൻസ് ഓഫ് എഫ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം എന്താ കിട്ടുക എന്നുള്ളത്. ഓക്കെ, ഡൈവേർജൻസ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഡെൽ ഡോട്ട് എഫ് ആണല്ലേ. ഡെൽ ഡോട്ട് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി കേട്ടോ, ഞാനിത് ഓരോന്നിലും ഇങ്ങനെ എഴുതുന്ന കാര്യമാക്കണ്ട. 3y raised to 4z square I, കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പഠിപ്പിച്ച് ശീലിച്ചു പോയതാണ്. ഇവിടെ ഒരു ജെ ഒക്കെ ഇല്ലേ, ഒക്കെ മിസ്സിങ് ആണല്ലോ എൻ്റെ അടുത്തുനിന്ന്. ജെ പ്ലസ് 4x ക്യൂബ് z ക്യൂബ് j മൈനസ് 3x സ്ക്വയർ y സ്ക്വയർ k. ഓക്കെ, നമുക്ക് ഇനി ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഡോ ബൈ ഡോ എക്സ് ഓഫ് 3y raised to 4z സ്ക്വയർ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് 4x ക്യൂബ് z ക്യൂബ് മൈനസ് ഡോ ബൈ ഡോ z ഓഫ് 3x സ്ക്വയർ y സ്ക്വയർ. നിങ്ങൾ നല്ലോണം നോക്കിയേ, ഇതിൽ എക്സിലുണ്ടോ? ഇല്ല, 0. പ്ലസ് ഇതിലോ? ഇതിലും ഇല്ല, 0. അതായത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്, വൈയുടെ ടേം ഇതിലില്ല. വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ്, ഇതിലും ടേം ഇല്ല, അപ്പം 0. അപ്പം നമുക്ക് കിട്ടിയത് എന്താണ്? ഡൈവേർജൻസ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഹെൻസ് ദ വെക്ടർ ഫീൽഡ്, ദ ഗിവൺ വെക്ടർ ഫീൽഡ് എഫ് ഈസ് സോളിനോയിഡ്. ഓക്കെ, റെഡി? ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. Sixth problem, find the value of a if u equal to axy minus z square I plus x square plus 2yzj plus y square minus axzk is irrotational. അതായത് നമുക്ക് തന്നിട്ടുണ്ട് യു എന്ന് പറയുന്ന വെക്ടർ ഫീൽഡ് ഇറോട്ടേഷണൽ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു kth കമ്പോണൻറ്റിൽ ഒരു എ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയുണ്ട്. ആ എയുടെ വാല്യൂ എന്താണെന്ന് നമ്മളോട് ഡിറ്റർമൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സാമിന് കാണാറുണ്ട്, അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. സൊല്യൂഷൻ നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? യു എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എന്താ യു തന്നിട്ടുള്ളത്? എ എക്സ് വൈ മൈനസ് സെഡ് സ്ക്വയർ ഐ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 2yz ജെ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എ എക്സ് സെഡ് കെ. നമുക്ക് ഇറോട്ടേഷണൽ ആണെങ്കിൽ എന്താണ്? സിൻസ് യു ഈസ് ഇറോട്ടേഷണൽ, റൊട്ടേഷൻ ആണെങ്കിൽ കേൾ ഓഫ് യു ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ. അപ്പോൾ കേൾ യു കണ്ടിട്ട് 0യോട് ഇക്വേറ്റ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് കേൾ യു എന്താണെന്ന് കണ്ടുപിടിക്കാം. കേൾ യു ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ്. എന്തൊക്കെയാണ് വരുന്നത്? എ എക്സ് വൈ മൈനസ് സെഡ് സ്ക്വയർ, എ എക്സ് വൈ മൈനസ് സെഡ് സ്ക്വയർ, ഡോ ബൈ ഡോ വൈൻ്റെ താഴെ എക്സ് സ്ക്വയർ പ്ലസ് 2yz, അതുപോലെ തന്നെ വൈ സ്ക്വയർ മൈനസ് എ എക്സ് സെഡ്, വൈ സ്ക്വയർ മൈനസ് എ എക്സ് സെഡ്. ഓക്കെ, നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഈക്വൽ ടു 0 കൊടുത്താൽ മതി. വേണമെങ്കിൽ ഇവിടെ തന്നെ കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഐ ഇൻറ്റു
വിച്ച് ഇംപ്ലൈസ് ഇട്ടാൽ മതി. അപ്പോൾ ഐ ഇൻറ്റു എന്താ വരുന്നത് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ മൈനസ് എ എക്സ് സെഡ്. നമുക്കത് ഡയറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഇനി മുതൽ നമ്മൾ കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യില്ലേ, നമുക്കിനി ഡയറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഐ ഇൻറ്റു നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഡോ ബൈ ഡോ വൈ ഓഫ് ദിസ് വൺ. അപ്പോൾ ഇതിൽ വിത്ത് റെസ്പെക്ട് ടു വൈ അല്ലല്ലോ ഡെറിവേറ്റീവ്, അപ്പോൾ നമുക്ക് 2y എന്നല്ലേ കിട്ടാം. അതുപോലെ തന്നെ ഡോ ബൈ ഡോ സെഡ് ഓഫ് ദിസ് വൺ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2y എന്ന് വരും അല്ലേ, 2y. ഇനി മൈനസ് ജെ ഇൻറ്റു ജെയിൽ ചെയ്യുമ്പം നമുക്ക് ഡോ ബൈ ഡോ എക്സ് ഓഫ് ദിസ് വൺ, അപ്പോൾ നമുക്ക് മൈനസ് എ സെഡ് എന്ന് കിട്ടും. ഇവിടെ ചെയ്യുമ്പോഴോ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു സെഡിലാണ്, അപ്പോൾ നമുക്ക് മൈനസ് 2z എന്ന് കിട്ടും. ഓക്കെ, പ്ലസ് കെ ഇൻറ്റു നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ്, അപ്പോൾ 2x എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എ എക്സ് എന്ന് കിട്ടും അല്ലേ, മൈനസ് എ എക്സ്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നുകൂടെ എഴുതി നോക്കണമെന്നുണ്ടെങ്കിൽ എഴുതി നോക്കാം കേട്ടോ, ഞാൻ ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. അതല്ലേ ഈസി ആയിട്ട് സമയം ഒത്തിരി പോകില്ലെങ്കിൽ. ഇവിടെ 0 ആയി പോവും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, മൈനസ് ജെ ഇൻറ്റു എ സെഡ് മൈനസ് 2z പ്ലസ് കെ ഇൻറ്റു 2x മൈനസ് എ എക്സ്. ഇതിൽ നമ്മൾ കേൾ യു ഈക്വൽ ടു 0, ഇതിനെ നമ്മൾ ശരിക്കും 0 എന്ന് പറയുന്ന വെക്ടറിനോട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഏതെങ്കിലും ഒന്ന് എടുത്ത്, അതായത് ഇതിനെ നമുക്ക് 0j പ്ലസ് 0k എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാമല്ലോ കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത് AZ മൈനസ് 2z ഈക്വൽ ടു 0 അല്ല, വേണം ഇതെടുക്കാം, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. 2x മൈനസ് ax ഈക്വൽ ടു 0, ദാറ്റ് ഈസ് 2x ഈക്വൽ ടു ax, വിച്ച് ഇംപ്ലൈസ് അല്ലെങ്കിൽ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിരുന്നല്ലോ പ്രശ്നം. ഇങ്ങനെ എഴുതാല്ലേ, എക്സ് ഇൻറ്റു 2 മൈനസ് എ ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് 2 മൈനസ് എ ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് 2 ഈക്വൽ ടു എ. ഓക്കെ, ഇത്രയും എ ഈക്വൽ ടു 2 എന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രോബ്ലംസ്. ഒരു ചെറിയ പ്രോബ്ലം കൂടി ഉണ്ട്, അത് കുറച്ച് ആപ്ലിക്കേഷൻ ലെവലാണ്, എക്സാമിന് വരാനൊന്നും സാധ്യതയില്ല. പക്ഷേ നിങ്ങൾ സീനിയേഴ്സിന് ഏതോ ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് എ ഈസ് എ കോൺസ്റ്റന്റ് വെക്ടർ ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ഷോ ദാറ്റ് കേൾ ഓഫ് എ ക്രോസ് ആർ ഈക്വൽ ടു 2a. അതായത് എ എന്ന് പറയുന്നൊരു കോൺസ്റ്റന്റ് വെക്ടർ തന്നിട്ടുണ്ട്, ആർ എന്ന് പറയുന്നത് നമ്മുടെ പൊസിഷൻ വെക്ടർ ആയിട്ട് എടുത്തിട്ടുണ്ട്, എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ക്രോസ് ആറിൻ്റെ കേള് 2a ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എ എന്ന് പറയുന്ന വെക്ടർ ആദ്യം ഒന്ന് കോൺസ്റ്റന്റ് വെക്ടർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് വെക്ടർ ഫോമിൽ എഴുതാം, a1i പ്ലസ് a2j പ്ലസ് a3k എന്ന് പറഞ്ഞിട്ട്. ഇനി നമ്മൾ ഫസ്റ്റ് എ ക്രോസ് ആർ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. എ ക്രോസ് ആർ ഈക്വൽ ടു ആർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ, ആർ ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. ഇവിടെ a1 a2 a3 ഒക്കെ കോൺസ്റ്റൻസ് ആണ് കേട്ടോ, ഇവിടെ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്തോളൂ, a3 ആർ കോൺസ്റ്റൻസ്. ഓക്കെ, ഇനി എ ക്രോസ് ആർ നമുക്ക് കണ്ടുപിടിക്കാം. എ ക്രോസ് ആർ ഇസ് ഈക്വൽ ടു എന്താ പറയുക, ഐ ജെ കെ a1 a2 a3 എക്സ് വൈ സെഡ്. അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു a2z മൈനസ് a3y മൈനസ് ജെ ഇൻറ്റു a1z മൈനസ് a3x പ്ലസ് കെ ഇൻറ്റു a1y മൈനസ് a2z അല്ല a2x. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത്, കേൾ ഓഫ് എ ക്രോസ് ആർ. കേൾ ഓഫ് എ ക്രോസ് ആർ, കേൾ എന്ന് വെച്ചാൽ ഡെൽ ക്രോസ് എ ക്രോസ് ആർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽ എന്താണെന്നറിയാം, എ ക്രോസ് ആർ എന്താ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്കത് ജസ്റ്റ് എഴുതാം, ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ്. ഇനിയോ നമ്മളിത് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, ഈ എ ക്രോസ് ആർ ജസ്റ്റ് ഇവിടെ എഴുതി കൊടുക്കാം കേട്ടോ, ജസ്റ്റ് a2z മൈനസ് a3y. ഓക്കെ, ഇവിടെ വരുന്നത് ഇവിടെ ഉണ്ടല്ലോ ജെ എന്നെടുക്കുമ്പോൾ മൈനസ് ഓഫ് എടുക്കണേ, മൈനസ് ഓഫ് a1z മൈനസ് a3x തിരിച്ചെഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ടെക്സ്റ്റ് ബുക്കൊക്കെ നമ്മൾ പ്ലസ് ജെ ഇട്ടിട്ട് അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് a1y മൈനസ് a2 അല്ലേ, a1y മൈനസ് a2x. ഓക്കെ, അപ്പോൾ ഞാൻ ഇവാലുവേറ്റ് ചെയ്യട്ടെ, ഇവാലുവേറ്റ് ചെയ്യാം. നമുക്ക് ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ദിസ് വൺ, അതായത് a1 എന്നല്ലേ വരിക, മൈനസ് ഐ ഇൻറ്റു
ഡോ ബൈ ഡോ സെഡ് ഓഫ് ദിസ് വൺ, അപ്പം മൈനസ് A1 വരും, മൈനസ് A1 പ്ലസ് അല്ല മൈനസ് ജെ ഇൻറ്റു ഇവിടെ നമുക്ക് ഡോ ബൈ ഡോ എക്സ് ഓഫ് ദിസ് വൺ ദറ്റ് ഈസ് മൈനസ് A2 എന്ന് വരും. ഇനി ഇത് അപ്പം ഇവിടെ മൈനസ് A2 എന്ന് വരും. ഓക്കെ, പ്ലസ് കെ ഇൻറ്റു കെ ഇവാലുവേറ്റ് ചെയ്യുമ്പം ഡോ ബൈ ഡോ എക്സ് ഓഫ് ദിസ് വൺ, അപ്പം മൈനസ് ഓഫ് മൈനസ് A3 എന്ന് വരും. ഇവിടെ മൈനസ് ഡോ ബൈ ഡോ എഫ് ഓഫ് മൈനസ് A3 എന്ന് വരും. കിട്ടിയല്ലോ അല്ലേ? 2A1 ആയി പ്ലസ് ഇവിടെ ഈ മൈനസും കൂടെ പോയിട്ട് 2A2J പ്ലസ് 2A3K ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടാം? 2 ടൈംസ് A1I പ്ലസ് A2J പ്ലസ് A3K ദാറ്റ് ഈസ് ഈക്വൽ ടു 2A വെക്റ്റർ എന്ന് വരും. അതായത് നമ്മൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയത് എന്തായിരുന്നു? കേൾ ഓഫ് A ക്രോസ് R ഇറ്റ് ഈസ് ഈക്വൽ ടു 2A. അപ്പോൾ ഇത്രയാണ് നമ്മൾ കാൽക്കുലസ് ഓഫ് മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസ് ഉള്ളത്. അപ്പോൾ കുറച്ച് ലെങ്ത് ആയിരുന്നു, അതിനേക്കാൾ ലെങ്ത് ഉള്ള ടോപ്പിക്കാണ് വെക്ടർ ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇത്രയും വീഡിയോസ് എല്ലാവരും കാണുക, കണ്ടിട്ട് നന്നായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നന്നായിട്ട് പഠിക്കുക, എക്സാം ആവാറായി. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പം ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.